ലോകത്ത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നു എന്ന രീതിയിലാണ് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത റഷ്യ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കും എന്നതിൻ്റെതാണ്. അതായത് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ പ്രത്യക്ഷമായിട്ട് തന്നെ സൈനിക മേധാവികൾ ചില നിലപാടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയിക്കോട്ടെ പരോക്ഷമായ രീതിയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉക്രൈന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് സുവി എന്ന് പറയുന്ന നഗരത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. അത് റഷ്യയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ. ആ ആക്രമണത്തിൽ ഏതാണ്ട് 30-ലധികം പേർ കൊല്ലപ്പെടുന്നു, 150ഓളം പേർക്ക് പരിക്കേൽക്കുന്നു. അപ്പം ഈ വർഷം റഷ്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ്. ഈ ആക്രമണം നടന്നതിന് ശേഷം ഉക്രൈൻ്റെ ഭരണാധികാരിയായ വ്ളാഡിമിർ സെലൻസ്കി പറയുന്നു, പുടിൻ ചില ലക്ഷ്യങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അടുത്തതായി നടക്കാൻ പോകുന്നത് നാറ്റോ സഖ്യത്തെ, നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കും എന്നുള്ളതാണ്. അതായത് പുടിൻ്റെ ദീർഘകാലത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് റഷ്യൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുക. അതായത് പണ്ട് USSR ആയിരുന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, സാമ്പത്തികമായി സൈനികപരമായി ഒക്കെ ശക്തിയുള്ള രാജ്യം USSR ആയിരുന്നു. എന്നാൽ അത് പിളർന്ന് പല രാജ്യങ്ങളും പല വഴിക്ക് പോവുകയും ചില രാജ്യങ്ങൾ ഈ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. പക്ഷേ റഷ്യയെ ആ പഴയ സാമ്രാജ്യമാക്കി തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആൾ വ്ളാഡിമിർ പുടിനാണ്. ഇതാണ് സെലൻസ്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റഷ്യയുടെ അടുത്ത് കിടക്കുന്ന ചില സ്ഥലങ്ങളിലേക്ക് അവർ ആയുധങ്ങളൊക്കെ നീക്കി തുടങ്ങി എന്നതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ബെലാറസ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് ആണവ ആയുധങ്ങളടക്കം ബെലാറസിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ആ സൈന്യത്തെയൊക്കെ വിന്യസിക്കുന്നു. ഈ രീതിയിലുള്ള ചില കാര്യങ്ങളാണ് സെലൻസ്കി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ പുടിൻ പരോക്ഷമായി ഇത്തരത്തിൽ നാറ്റോയെ ആക്രമിക്കുമെന്ന് പറയുന്നു. പ്രത്യക്ഷമായിട്ട് സൈനിക നേതൃത്വം പറയുന്നു, ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും നാറ്റോ രാജ്യങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇമാനുവൽ മാക്രോൺ ചില നിലപാടുകളുമായിട്ടൊക്കെ രംഗത്തേക്ക് വരുന്നു. അങ്ങനെ രംഗത്തേക്ക് വന്നപ്പോൾ നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നേതൃത്വത്തെ അല്ലെങ്കിൽ നിലപാടുകളെ അദ്ദേഹം എതിർത്തിരുന്നു. ഇപ്പോൾ സംഭവങ്ങളൊക്കെ തിരിഞ്ഞു വരികയാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് കൂടുതൽ അടുക്കുന്നു. ഇമാനുവൽ മാക്രോണുമായിട്ട് ചർച്ച നടത്താനായിട്ട് അമേരിക്കയുടെ ചില പ്രതിനിധികളെ ഏർപ്പെടുത്തുന്നു. അതായത് US സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ, അതുതന്നെ അന്താരാഷ്ട്ര പ്രതിനിധി എന്നറിയപ്പെടുന്ന സ്റ്റീവ് വിറ്റ്കോഫ്, ഇവരുമായിട്ട് ഇമാനുവൽ മാക്രോൺ ചർച്ച നടത്തുന്നു. അതുപോലെ UK വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ചർച്ച നടത്താൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചർച്ച നടത്തുന്നതിനെ പുടിനൊട്ടും യോജിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. അതായത് നാറ്റോ രാജ്യങ്ങളിൽ ഉക്രൈൻ ഏറ്റവും അധികം സഹായം നൽകി മുന്നിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഫ്രാൻസ് ആണ്, അതുപോലെ തന്നെ UK ആണ്, ബ്രിട്ടനാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെ ശത്രുപക്ഷത്ത് നോക്കി കാണുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് റഷ്യ. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ പതുക്കെ ഈ രാജ്യങ്ങളോട് ചില നിലപാടുകൾ, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. അതായത് ഇത്രയും കാലം ട്രംപും പുടിനും ഒന്നിച്ചുകൂടിയെന്നും ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനെ വേണ്ടാന്നുമുള്ള നിലപാട് അമേരിക്ക എടുത്തിരുന്നു. പക്ഷേ ട്രംപ് ഇപ്പോൾ നിലപാട് മാറ്റാനുള്ള കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈന് നേരെ നടത്തിയ ആക്രമണത്തിൽ റഷ്യ അമേരിക്കയുടെ ഒരു F-16 യുദ്ധവിമാനം അടക്കം വെടിവെച്ചിട്ടും അത് അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വലിയ ക്ഷീണവുമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളെ ചേർത്ത് പിടിച്ച ഒരു ചർച്ചയ്ക്ക് ട്രംപ് തയ്യാറാകുന്നു. എന്ന് പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് റഷ്യക്കെതിരായിട്ടൊരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരെ പുടിൻ വളരെ തന്ത്രപരമായ കളികളാണ് ഇതുവരെ കളിച്ചതെന്ന് ഏതാണ്ട് അമേരിക്കയ്ക്ക് വ്യക്തമായി. അതുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. മാത്രമല്ല, നേരത്തെ തന്നെ നാറ്റോ സഖ്യത്തിന് ഇനി സാമ്പത്തിക സഹായമൊന്നും നൽകുന്നില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഒപ്പം സെലൻസ്കിയെ നാണം കെടുത്തിയൊക്കെ വിട്ടിരുന്നു സൗദി അറേബ്യയിൽ നടന്ന ഒരു ചർച്ചയിൽ വെച്ചൊക്കെ. അപ്പോൾ അന്ന് സെലൻസ്കിക്ക് എതിരെ നിന്നുവെങ്കിൽ ഇന്ന് ഉക്രൈനെ അല്ലെങ്കിൽ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് പതുക്കെ ട്രംപ് മാറുന്നു. അപ്പോൾ അമേരിക്കയും റഷ്യയും വീണ്ടും ശത്രുപക്ഷത്തേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് യൂറോപ്പ് നിലവിലൊരു യുദ്ധഭീഷണി നേരിടുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ യുദ്ധത്തിന് റഷ്യ തയ്യാറായി വന്നാൽ നാറ്റോ രാജ്യങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഈ ഉക്രൈന് സൈനിക സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകാനായിട്ട് ഒരു ഗ്രൂപ്പ് രാജ്യങ്ങൾ, ഒരു പ്രത്യേക സംഘമൊക്കെ രൂപീകരിച്ചു. അതിൽ നിന്ന് അമേരിക്ക പതുക്കെ തെന്നി മാറിയിരുന്നു. ഇപ്പോൾ വീണ്ടും അതുമായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഗസയിൽ വലിയൊരു ആക്രമണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തിൻ്റെ തുടർച്ച എന്ന വണ്ണം ഹമാസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇസ്രായേൽ തന്നെ നേരിട്ട് പറയുന്നു, നമുക്കൊരു വെടിനിർത്തൽ നടത്താം, 45 ദിവസത്തേക്ക് ഉപാധികളൊന്നുമില്ലാതെ വെടി നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്, പകരം ഞങ്ങളുടെ 10 ബന്ദികളെ നിങ്ങൾ വിട്ടുതരണം. അങ്ങനെ വിട്ടുതന്നാൽ ഈ പറയുന്ന പലസ്തീൻകാരായ 120ഓളം പേരെ ഞങ്ങൾ വിട്ടുതരാം.
അപ്പോൾ ഹമാസിന് ഗുണകരമായ ഒരു ഓഫറാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്ക മറ്റെന്തോ കാര്യത്തിൽ എൻഗേജ്ഡ് ആയി നിൽക്കുന്നു, അതുകൊണ്ട് ഇസ്രായേൽ പതുക്കെ യുദ്ധത്തിൽ നിന്നൊന്ന് പിന്മാറാം എന്ന രീതിയിലുള്ള ചില സൂചനയാണോ എന്ന് സംശയമുണ്ട്. മാത്രമല്ല, നേരത്തെ ഉക്രൈൻ്റെ വിമാനത്തെ വെടിവെച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലത്തെയുള്ള ആധുനിക ആയുധങ്ങൾ റഷ്യ ഇറാന് നൽകിയിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു. അപ്പം ജിയോ പൊളിറ്റിക്സിൽ വേറെ ചില സംഭവങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുവെന്നാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവർ പറയുന്നത്, അതായത് ഇപ്പം ഈ ക്രൈസ്തവരുടെയൊക്കെ പുണ്യദിനം എന്ന് കരുതപ്പെടുന്ന പാം സൺഡേ, ആ പാം സൺഡേയിലാണ് ഉക്രൈനിലേക്ക് റഷ്യ ഒരു ആക്രമണം നടത്തുന്നതും. അപ്പം ആ ആക്രമണം നടത്തിയ മേഖല ഇപ്പം നാറ്റോ സെക്രട്ടറിയായ മാർക്കോ റൂട്ടെ സന്ദർശിച്ചു. അവിടെ പരിക്കേറ്റ് കിടക്കുന്ന ആർമി ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉക്രൈനിലെ ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും അടക്കം ധീരോചിതമായ പോരാട്ടമാണ് നടത്തുന്നത്, വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നു, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഒപ്പം മാർക്കോ റൂട്ടെ പറയുകയാണ്, എന്തെങ്കിലും തരത്തിലുള്ള സഹായം വേണമെങ്കിൽ നാറ്റോ സഖ്യം പൂർണ്ണമായിട്ടും ഉക്രൈന് നൽകും. അതായത് $20 ബില്യൺ സഹായം നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചു. അത് സാമ്പത്തികമായിട്ടും ഒപ്പം സൈനികപരമായിട്ടും ഞങ്ങൾ സഹായം നൽകും. അപ്പം വീണ്ടും റഷ്യയുടെ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാനുള്ള എല്ലാ സഹായം നൽകുമെന്ന് ഈ പറയുന്ന മാർക്കോ റൂട്ടെ പറയുന്നു. അപ്പോൾ നേരത്തെ പല ഘട്ടങ്ങളിലായിട്ട് ഈ മോസ്കോയും കീവും ഒക്കെ തമ്മിൽ യുദ്ധമുണ്ടാവുകയും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടത്തുകയും ചെയ്തപ്പോൾ ഈ റൂട്ടെ നിർണായകമായ നിലപാടെടുക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഈ സുവി എന്ന് പറയുന്ന തുറമുഖ നഗരം, അതേതാണ്ട് വടക്കിഴക്കൻ മേഖലയിലാണ്, റഷ്യയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ, ഇവിടെ സന്ദർശനത്തിനായി എത്തുന്നത്. എന്നിട്ട് മാർക്കോ റൂട്ടെ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് റഷ്യക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് കൂടി കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല, ഫ്രാൻസും യു കെയും ഒക്കെ ചേർന്നിട്ടാണ് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ള ഒരു ഇമേജ് ഓൾറെഡി തന്നെ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇവർക്കൊപ്പം നിന്ന് എല്ലാ പിന്തുണയും നൽകാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ റഷ്യക്കെതിരായ പോരാട്ടത്തിൽ എല്ലാവിധ സഹായവും നൽകണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെടുകയും ട്രംപ് ഇതുവരെ ചെയ്ത സഹായത്തിനെല്ലാം നന്ദി നാറ്റോ രാജ്യങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും പുട്ടിന് തൻ്റെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല, കീവും മോസ്കോയും തമ്മിൽ ഇനി പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന നാറ്റോയുടെ മാർക്കോ റൂട്ടെ ഒന്നും കയറി ഇടപെടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് പകർന്നു നൽകുന്നത്. കാരണം നേരത്തെ തന്നെ ഉക്രൈനും റഷ്യയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചില കരാറൊക്കെ വെച്ചിരുന്നു. പക്ഷേ ഏകപക്ഷീയമായിട്ട് റഷ്യ അതിനെയൊക്കെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, ഉക്രൈൻ ഞങ്ങളെ ആക്രമിച്ചതിന് തിരിച്ചടി കൊടുക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ റഷ്യ 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് സുവിയിലേക്ക് തൊടുത്തുവിട്ടത്. മാത്രമല്ല, ഈ പറയുന്ന റഷ്യയുടെ സമീപ പ്രദേശങ്ങളിലേക്ക് ആണവായുധങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ആണവ യുദ്ധത്തിന് പോലും തങ്ങൾ തയ്യാറാണ് എന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ടായ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഉക്രൈൻ്റെ F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം അമേരിക്ക നൽകിയതാണ്. ഈ പാവിവാനോവ് എന്ന് പറയുന്ന ഉക്രൈൻ്റെ ഏറ്റവും മികച്ച വൈമാനികനെയാണ് റഷ്യ കൊലപ്പെടുത്തിയത്. അപ്പോൾ F-16 ഇത്ര കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളിനെ കൊലപ്പെടുത്തുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ F-16 യുദ്ധവിമാനങ്ങൾ നൽകിയപ്പോൾ പരിശീലനം നൽകാനായിട്ട് അയച്ച ജെഫ് ഹാൻസൺ എന്ന് പറയുന്ന ഡാനിഷ് വംശജനെ കൊലപ്പെടുത്തുന്നു. ഇതൊന്നും തന്നെ അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ റഷ്യയുടെ F-35 പോലെയുള്ള വിമാനങ്ങൾ, അല്ലെ റഷ്യയുടെ സുഖോയ് വിമാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അമേരിക്കൻ വിമാനങ്ങളെക്കാൾ മികച്ചതെന്ന് വരുത്തി തീർക്കാൻ പുടിൻ ശ്രമിക്കുന്നു. ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, US പക്ഷം നിർദ്ദേശിച്ച പൂർണ്ണവും നിരുപാധികവുമായ വെടിനിർത്തലിനോട് റഷ്യ ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് നിലവിൽ ഉക്രൈനിലെ ഈ ധാതു സമ്പത്തൊക്കെ അമേരിക്കയുടെ കൈവശം വരുമെന്ന ഒരു ചിന്ത പുടിനിൽ ഇപ്പോൾ ഉയർന്നു വരുന്നു, അല്ലെ ഉണർന്നു വരുന്നു. അതുകൊണ്ടാണ് അവിടെ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അമേരിക്കയ്ക്ക് ഉക്രൈനിൽ വലിയ ആധിപത്യം വേണ്ട, കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നു, ബ്രിട്ടന്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നാറ്റോ രാജ്യങ്ങൾ ഞങ്ങൾക്കെതിരെ സൈന്യത്തെ അണിനിരത്തുന്നുണ്ട്. ബെലാറസ് എന്ന് പറയുന്ന തൊട്ടടുത്ത രാജ്യത്തിൻ്റെ ചുറ്റുവട്ടത്ത് സൈന്യത്തെ അണിനിരത്തുന്നു. ഇത് ഞങ്ങൾക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ നേരിടും. മാത്രമല്ല, ഇതിൻ്റെ അനന്തരഫലം, അല്ല ഈ എതിർഫലം ആദ്യം അനുഭവിക്കുന്നത് പോളണ്ടും ബാൾട്ടിക് രാജ്യങ്ങളുമാണെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പം ഈ കോണ്ടാക്റ്റ് ഗ്രാഫിൽ നിന്ന് പല രാജ്യങ്ങളും പിന്മാറിയെങ്കിലും അമേരിക്ക ഇപ്പോൾ പതുക്കെ അതിനകത്തേക്ക് അടുത്തു വരികയാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ റഷ്യയും നാറ്റോ രാജ്യങ്ങളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അമേരിക്ക നാറ്റോയ്ക്കൊപ്പം നിൽക്കും. അപ്പോൾ വ്ളാഡിമിർ പുടിനെ ഒറ്റപ്പെടുത്താനായിട്ട് നാറ്റോ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യ നാറ്റോയെ ആക്രമിക്കുമെന്നുള്ള ചില ഭീതി പരക്കുന്നുണ്ട്. അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.